അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് ഇന്നെത്തുന്നത് അജി ജെറോൺ. നമസ്കാരം. നമസ്കാരം അജി. ഞാനിപ്പോൾ ഒരു ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ലിസ്റ്റാണോ? കുറച്ചധികം വലിയ ലിസ്റ്റാണ്. അത് ഞാൻ അശ്വതിയുടെ കയ്യിൽ തരികയാണ്. ഓക്കെ, എന്താണ് ഈ ലിസ്റ്റില്? ലിസ്റ്റില് കുറച്ചധികം താരങ്ങളുടെ ശബ്ദമാണ്. ഇത് മുഴുവൻ ഇന്നിവിടെ അനുകരിക്കാൻ പോകുന്ന താരങ്ങളുടെ ഓക്കെ. അപ്പൊ ഞാനിത് ഓരോരുത്തരുടെ പേര് ഞാൻ പറഞ്ഞാൽ മതിയോ? ഞാൻ പറയുമ്പോൾ ഞാൻ അവരുടെ ശബ്ദം തുടങ്ങാന്നാ? തുടങ്ങാം. ഓക്കെ. விஜய் சேதுபதி. விக்ரம் சார் ஒரு கேசல்ட்டா சார். தம்பி ஒரு பிரச்சனை வந்துருச்சுன்னா அந்த பிரச்சனையை பார்க்காத, அந்த பிரச்சனையோட காரணத்தை பாரு. முட்டை உடஞ்சிருச்சுன்னா அந்த உடஞ்ச முட்டையை எப்படி சாப்பிடணும், ஆம்லேட் போடணும் அப்படி யோசிக்கணும். യെസ്, വിജയ് സേതുപതിയുടെ ശബ്ദം കഴിഞ്ഞു. ഇനി ബാല. അദ്ദേഹം ഹിറ്റ് ലിസ്റ്റ് എന്നൊരു മൂവി ഡയറക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ കൊടുക്കുകയുണ്ടായി. അപ്പം അന്നേരമുള്ള ഡയലോഗ്സാണ് ഞാൻ പറയുന്നത്. ഞാൻ മലയാളത്തിൽ ഒരു 40 പടം നടിച്ചു. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് എന്നെ അവളോ ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു പുതിയ പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേര് ഹിറ്റ് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ ക്രൂവും ക്യാമറമാനൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഈ പടം നല്ല ബ്ലോക്ക് ബസ്റ്റർ ആകും. അപ്പോൾ എനിക്ക് നല്ല ഹോപ്പുള്ള ഒരു സബ്ജക്റ്റാണിത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടൻ, അതായത് അലൻസിയർ. ഓക്കെ, പോയിന്റിലേക്ക് വരാം. പ്ലെന്റി ഓഫ് ഡിസൈനിങ് വർക്കുകളുള്ള ഒരു സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രൊഡക്ഷൻ. നിബന്ധനകളുടെ ഫ്ലക്സുകൾ, A+യുടെ ഫ്ലക്സ്, D4 ഡാൻസ്, സ്റ്റാർ സിംഗേഴ്സ്, പെരുന്നാളുത്സവ കമ്പനി ഫ്ലക്സുകൾ എന്നിവ തികച്ചും ഉത്തരവാദിത്തോടെ ഡിസൈൻ ചെയ്ത് കട്ടപ്പനയെ കൊണ്ട് പ്രിൻ്റെടുത്ത് കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് അടുത്തത് ലാൽ. ലാലിന്റെ പുലിമുരുകൻ സിനിമയിലെ ആ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. മണിക്കൂറിന്റെ സന്തോഷമാണ് ഈ മുരുകന്റെ സന്തോഷം, മുരുകന്റെ സന്തോഷമാണ് ഈ ബാബന്റെ സന്തോഷം. എടാ, സ്വന്തം ഭാര്യയോടെ കിടക്കാൻ പറ്റാത്ത പൊട്ടയാടാ പൊട്ട. ഓക്കെ, ആൻഡ് മൂവിംഗ് ഓൺ. അടുത്തത് മുരളി ഗോപി. മുരളി ഗോപിയുടെ ലെഫ്റ്റിലെ ആ ഡയലോഗ്സ്. സഖാവിന്റെ മകന്റെ ബെർമിംഗ്ഹാമിലെ കോഴ്സ് കഴിഞ്ഞു. പ്രധാന വിഷയങ്ങളുള്ള അവന്റെ പ്രകടനം മോശമായിരുന്നു. രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞു ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ചീഫ് സഖാവിന് ഒരു കത്തയച്ചു. ഒരു സായിപ്പ് 2009 ഓർമ്മയുണ്ടോ? സഖാവ് ലണ്ടനിൽ പോയി ബിഗ് ബാൻ കണ്ടു, മാക്സിന്റെ ശവകുടീരം കണ്ടു, ഡേവിഡ് ഷേക്സ്പിയറിന്റെ വീട് കണ്ടു. ഇതിനൊക്കെയുള്ളൊരു പണം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവിന് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ സാറിന് ഉത്തരവുണ്ടോ? അടുത്തത് രഘുവരൻ. ஒரு நாளைக்கு இந்த சிஎம் சீட்டில் உட்காந்து பாரு, வெளியில இருந்து பேச்சு விடுறது அவ்வளவு ஈஸி. ஒரு நாளைக்கு எவ்வளவு கண்ணீர், எவ்வளவு சிக்கல்கள், எவ்வளவு தேர்தல் அப்படி இருக்கு. உள்ள வந்தாதான் அதோட கஷ்டம் தெரியும். புரியுதா? அரசியல் அவ்வளவு அழுக்கு, கொன்னிடுவேன். യെസ്. അടുത്തത് തമിഴിൽ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള മൊട്ട രാജേന്ദ്രൻ. മൊട്ടരാജന്റെ തെറി എന്ന ഫിലിമിലെ ഡയലോഗാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സാർ, நான் இருந்தா என்ன விட தெரியுமா? அப்படியே மூஞ்சி உடைச்சு மண்டை உடைச்சு பாலத்து கீழே இல்லை இந்த பெஞ்சு கீழே போட்டு தொங்க விடுவோம் സാർ. സാർ. പ്രകാശ് രാജ്. പ്രകാശ് രാജിന്റെ മലയാളം വെർഷനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, പാണ്ടിപ്പട ഫിലിമിലെ. ബാസി, ഞാൻ യാരെ അടിക്കാൻ പറഞ്ഞാലും നീ അവനെ അടിക്കണം. ഓ, അപ്പനാണാലും ശരി, എന്നാലും നിനക്കിവിടെ ജോലി കിട്ടൂ. എന്നാ നീ മുതല്ല ഇവനടി. കൊണ്ടിടുവോണ്ടേ. യെസ്, വെരി ഗുഡ്. ആൻഡ് ഡയറക്ടർ ലാൽ ജോസ്. ശരിക്കും മറവത്തൂർ കനവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകൾ ചോദിച്ചാണ് ലാലേട്ടനെ വെച്ചപ്പോഴാണ് ഒരു പടം ചെയ്തത്. അപ്പം അദ്ദേഹത്തിന്റെ കാലിബർ അല്ലെങ്കിൽ ത്രെഡ് അത്രയും യൂസ് ചെയ്യുന്ന രീതിക്ക് ഒരു ത്രെഡ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വളരെ വൈകിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ബെന്നിച്ചേട്ടൻ കഥ പറയുന്നതിലൂടെ വെളിപാടിന്റെ പുസ്തകം സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് അജു വർഗീസ്. യെസ്, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. പരസ്പരം സ്നേഹിക്കുന്ന 2 പേര് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇനി നമ്മൾ ഇവിടെ ഒക്കെ വിട്ട് നേരെ ബോളിവുഡിലേക്ക് പോവാണ്. ഷാരൂഖ് ഖാൻ. इतना शिद्दत से मैंने तुम्हें पाने की कोशिश की है कि हर जगह ने मुझे तुमसे मिलाने की साजिश की है. पिक्चर अभी बाकी है मेरे. അടുത്തത് തല അജിത്. എല്ലാവർക്കും വണക്കங்க.
ஏன் நிறைய பேர் டல்லாக இருக்கிறீங்க? ஹாப்பி தானே? சாப்பிட்டாச்சுல்ல? அண்ணன் நீங்கள் சாப்பிட்டல? ஹாப்பி தானே? டேய் பணம் இருந்தா 1000 பொண்டாட்டி வாங்கிக்கலாம்டா. டேய் கண்ணா 500 கோடிடா. போனா வருமா? மை லார்ഡ് ഐ എം എ കിങ് മേക്കർ. യെസ്. ഇനി അടുത്തത് ഷഹബാസ് അമൻ, മലയാളികൾ ഭയങ്കര പ്രിയങ്കരനായ ഗായകൻ ഷഹബാസ് അമൻ. അതെ, അദ്ദേഹത്തിന്റെ മായാനദിയിലെ ഒരു 2 ഓ. വരി. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ തോണി തുഴഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈറായി നമ്മൾ മെല്ലെ മായാനദി. വെരി ഗുഡ്. ഇതിനൊരു ഒരു മ്യൂസിക്കിന്റെ അകമ്പടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയേനെ. നന്നായിട്ട് പാടി. ആൻഡ് അടുത്തതും ഒരു ഗായകനാണ് അഡ്നാൻ സ്വാമി. യെസ്, ഗായകരുടെ ലിസ്റ്റ് തീർന്നിട്ടില്ല. ഉദിത് നാരായൺ. ഉദിത് നാരായണന്റെ ഒരു മലയാളം സോങ്. ഓക്കെ. മുന്തിരി പാടം പൂത്തു നിൽക്കണ മുറ്റത്ത് കൊണ്ടോവാം, മുത്ത് പോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം, 10 വട്ടം പട്ടു നെറ്റിയിൽ ഉമ്മ വെച്ചോളാം, പവിഴ ചുണ്ടില്ല പണം മുകില്ല പാൽ കറന്നോളാം. ഓക്കെ. ആൻഡ് അടുത്തത് ഇന്ദ്രജിത്ത്. പേര് പറടാ. മാധവൻ അല്ലേ? വട്ടപ്പേര് പറടാ. മീശ മാധവൻ. കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ വരുമ്പോൾ നിന്റെ മീശ അവിടെ കാണരുത്. ക്ലീൻ ഷേവ് കേട്ടോടാ. ഈപ്പം പാപ്പച്ച പറഞ്ഞത് വെറുതെ എൻ്റെ കൈമെനക്കെടുത്തല്ലേ. പിള്ളേച്ച അവൻ നോക്കിയിട്ടുണ്ടാകുന്നുണ്ട് സൂക്ഷം. യെസ്. ഇനി മൂവിങ് ഓൺ, ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ക്രിസ്ത്യൻ സോങ് ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഒരു ചെറിയൊരു വർഷം. കരയ്ക്ക് യാത്ര ചെയ്യും അസിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ അഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പ്രതിപക്ഷത്തുണ്ട്. യെസ്. ഇനി മമ്മൂക്ക. ഓക്കെ, ഇതിലെ രാജമാണിക്യം ഫിലിമിലെ മമ്മൂക്കയുടെ വോയിസ്. 6 പോത്തുള്ള 3 ചീട്ടുകളായിട്ട് ഈ ബെല്ലാരിൽ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട് കേട്ടില്ല. നീ എന്തൊരു വിചാരിച്ചു? ചെക്ക് ഹോസ്റ്റലെ മൃഗഡാക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തൽ കന്തറാക്സ് ആണെന്ന് പറഞ്ഞ് കുത്തിവെച്ച് കൊന്ന ഞാൻ കെട്ടിയും പടക്കെടുത്ത് കാശിക്ക് പോകുന്ന നിനക്ക് തെറ്റിയാടേ. എന്തായാലും തന്നെ ഇത്രയും കാലം ഇങ്ങോട്ട് വിളിച്ച് വരുത്തി സ്ഥിതിക്ക്. ഓക്കെ. അപ്പൊ വെരി ഗുഡ് അജി. അജിയുടെ ലിസ്റ്റ് സൂക്ഷിച്ചു വെക്കാം. ലിസ്റ്റിൽ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കട്ടെ, പെർഫെക്ഷനും കൂടിക്കൊണ്ടിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.